വന്യജീവി ഭീതി വിട്ടൊഴിയാതെ തോൽപ്പെട്ടി. കടുവയും കാട്ടാനയും കാട്ടുപോത്തും നിരന്തരം ജനവാസ മേഖലയിലെത്തുന്നത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുന്നു. വന്യജീവി ശല്യത്തിന് അറുതി വരുത്താൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം തോൽപ്പെട്ടിയിലെ സ്വകാര്യ റിസോർട്ടിൽ കാട്ടാനയെത്തി വാഹനം തകർക്കുന്ന CCTV ദൃശ്യം പുറത്തു വന്നിരുന്നു. ഒരു മാസം മുൻപ് ഇതേ റിസോർട്ടിന്റെ പരിസരത്ത് വെച്ച് കടുവ മാനിനെ ആക്രമിച്ചു കൊന്നിരുന്നു. നിലവിൽ ഇവിടുത്തെ തോട്ടം തൊഴിലാളികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ കടുത്ത ഭീതിയിലാണ്. പകൽ സമയം പോലും പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. ഇവിടെ പലതവണയായിട്ട് ആന വന്ന് നമ്മളെ ശല്യപ്പെടുത്താറുണ്ട് റിസോർട്ടിന്റെ ഉള്ളില്. നമുക്ക് പല സ്ഥലത്തുനിന്നും ഇൻഫർമേഷൻ കിട്ടി കഴിഞ്ഞാലും അത് അവർ വിളിച്ചു പറയും. പക്ഷെ നമുക്കൊരു 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഈ ആന വളരെയധികം രൂക്ഷമായ ശല്യം കാരണം എന്ന് വെച്ചാൽ ഈ അടുത്ത് ഞങ്ങളെ വാഹനം പൂർണ്ണമായിട്ടും തല്ലി തകർത്തവർ. ആനയുടെ ശല്യം കാരണം എന്ന് വെച്ചാൽ ആന കുത്തി എല്ലാം കേടാക്കുകയും ഞങ്ങൾക്ക് അത്രയധികം നാശനഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുന്നു. വണ്ടി ഒരു വട്ടമല്ല പലവട്ടം മറിച്ചിട്ട് പിന്നെ കുത്തി മേലെ കോട്ടയാക്കി. വന്യജീവികൾ ജനവാസ മേഖലയെത്തി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമ്പോഴും വനംവകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. രാത്രി സമയത്ത് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ, വയനാട് വിഷൻ, കാട്ടിക്കുളം.